പിന്നെ പറഞ്ഞു കൊടുത്തടാ. നമ്മൾ എത്ര കഷ്ടപ്പെട്ടാണ് വണ്ടി വാങ്ങിയത്. നമ്മള് വാങ്ങിയത് അതാ. നമ്മൾ ഇത്ര സെറ്റപ്പ് വണ്ടി ഈ ലോസ് ആൻഡോസിൽ വേറെ ഇല്ല. കാണാനില്ല സംഭവം നമ്മള് വണ്ടി. അല്ലടാ നോക്ക്, ആ സൂര്യൻ തിളങ്ങണോ അവിടെ അടിച്ചിട്ട് കണ്ണാടി. നിങ്ങളെ വിശ്വാസം കൊള്ളാം. എന്തായാലും പൈസ കൂട്ടി സെറ്റല്ലേ, സന്തോഷമായില്ലേ? നിങ്ങൾ ഇനി ഇവിടെ അധികം നിക്കണ്ട, നിങ്ങൾക്ക് ഒരു പ്രശ്നമാണ്. അതൊക്കെ നമുക്ക് ഇതൊന്നും വിഷയമില്ല. നമ്മളിതൊക്കെ പൈസ കിട്ടിയ ഇനി അവനോട് വർത്തമാനം പറയേണ്ട ആവശ്യമില്ല. പൈസ കിട്ടി വെട്ടിണ്ടില്ലേ? എടാ നമ്മളുണ്ടല്ലോടാ, നമ്മള് സിമിയോനും പഠിച്ചു, ഈ പുള്ളിയെ പറ്റിച്ചു. അത് വെച്ചിട്ടുണ്ടാക്കണ്ട. ഒരു കാര്യം ചെയ്യും, നീ ബീച്ചിലേക്ക് കിട്ടാ, നമുക്ക് കുറച്ച് ചില്ലി ചെയ്യണം. പൈസയായി നമ്മുടെ വിഷയായി. എന്ത് ചെയ്യണം നമുക്ക് ചില്ലി ഇതില് കയറണം. ഈ വേണ്ട ഞാൻ പറഞ്ഞാല് വരെ ചെറിയ പിള്ളേരെ ബീച്ചിൽ നമുക്ക് എവിടെ ബോട്ടിങ് ഉണ്ടോ നോക്കിയാലോ. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബോട്ടിങ്. കൊറേ നാളായി നമ്മള് ലോസ് ആൻഡോസ് ബോട്ടിംഗ് ഒക്കെ മിസ് ചെയ്യണു. ഞാൻ നീ നിങ്ങക്ക് ബോട്ടിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണോ? പിന്നെ അല്ലാണ്ട് കടലിൽ കൂടെ പോവാന്ന് പറയുന്നത് വൈബ. ഒരു ശല്യമില്ല, ഒരു ഇതില്ല. അവൻ ചെയ്യാ പൈസ പെട്ടി കയ്യിൽ വെച്ചാൽ മതിയല്ലോ. അത് വിഷയം നമ്മുടെ ആരെടുക്കാനാടാ? ആരെങ്കിലും ധൈര്യം കാണിക്കോ? നീ എന്നിട്ട് നമ്മളോട് പൈസ ചേച്ചിയൊക്കെ ഓടിയിട്ടാ. അവൻ ഉറങ്ങിന്നോ? ബോട്ടൊന്നും ഇല്ലടാ. അല്ലടാ പണ്ടൊക്കെ ഇവിടെ വരുമ്പോ ബോട്ട് ഉണ്ടായിരുന്നില്ല 2 വർഷം മുന്നേ. അതാ ഇപ്പൊ ഒന്നും ബോട്ടൊന്നും മാറില്ല. എടാ നമുക്ക് എന്നാലേ നിനക്ക് ഞാൻ ഈ പണപ്പെട്ടി കാറിലേക്കാന്ന് വിചാരിക്കുന്നത് വൈ പിടിച്ചെടുക്കാൻ വയ്യെങ്കിൽ. പൈസ വണ്ടി അല്ലടാ ഇനിയിപ്പോ ഇവിടെ വന്നിട്ട് എന്തിനാ വന്നത്? വെറുതെ ചെയ്യാ. എടാ വെറുതെ ഞാൻ പറഞ്ഞേക്ക്, നിനക്ക് കടലിൽ പോകണമെന്നല്ല പറഞ്ഞേ. നമുക്കപ്പൊ ഒരു കാര്യം ചെയ്യാം. നീ എന്റെ മുമ്പാ, നമുക്കൊരു കിടന്ന സ്ഥലത്ത് കൊണ്ടുപോകാം. എങ്ങട് കാര്യം പറ. എടാ നമ്മള് വന്നിട്ട് ഇത്ര കാലമായിട്ട് ട്രിപ്പ് ഒന്നും പോയില്ലല്ലോ. നമുക്ക് എപ്പോ ഒരു ട്രിപ്പ് അങ്ങ് ട്രിപ്പ് ട്രിപ്പ് നമുക്ക് പുറത്തൊരുമിച്ച് പോവാം. സത്യം ശല്യം. ഇവിടെ മനുഷ്യന്മാരെ കണ്ണെടുത്താറുണ്ട് ഇവിടെ. അതെ ട്രിപ്പ് വണ്ടി എടുത്ത് പൊക്കെ വിട്ടോ. ട്രിപ്പ് നമുക്ക് സെറ്റ് ചെയ്യാം. ഞാൻ സ്ഥലത്ത് കൊണ്ടുപോകാൻ തന്നെ. ഇവിടെയാ? ഇവിടെ എന്തിന്? മറ്റേ ഇവിടെ മറ്റേ ബോട്ടൊക്കെ വാങ്ങണ സ്ഥലല്ലേ? അതാ പക്ഷെ നമ്മൾ അതിനല്ല. നീ ബോട്ടില്ലാത്തോണ്ട് ബോട്ട് വാങ്ങാൻ വന്നാണ്. ഞാൻ പെട്ടി വാങ്ങിയില്ലേ വണ്ടി. പിന്നെ ബോട്ട് വാങ്ങാനല്ലേ നീ പറഞ്ഞ? അയ്യോ ഞാൻ വിചാരിച്ചു നീ ബോട്ട് വാങ്ങി. അതായത് അതായത് ലോസ് ആൻഡോസില് നാളെ നമ്മുടെ ടൈറ്റാനിക്കിനെ കേട്ടിട്ടുണ്ട്. നീ ടൈറ്റാനിക് ഷിപ്പ് കേട്ടിട്ടുണ്ടാ? നീ കേട്ടിട്ടുണ്ട്. ഒരു വലിയ ഷിപ്പാന്നൊക്കെ അറിയാലോ. എനിക്കൊന്നും അറിയില്ല. അടിപൊളി ഷിപ്പാണ്. ആ ഷിപ്പില് നാളെ ഒരു ട്രിപ്പ് പോകണുണ്ട് ഇവിടെ. ശരിക്കും നമ്മള് രണ്ടുപേരും പോകുന്നു. അതില് ടിക്കറ്റ് എടുക്കുന്ന സ്ഥലമാണ് ഇവിടെ. ഹലോ ചേട്ടാ, നമുക്ക് ടൈറ്റാനിക്കില് കേറാനായിട്ട് നമുക്ക് 2 ടിക്കറ്റ് വേണമായിരുന്നു. മക്കളെ നിങ്ങൾക്കാണോ അതോ നിങ്ങളുടെ പേരൻസിനാണോ? ചെറിയ പിള്ളേരാ. ഞങ്ങള് ചെറിയ പിള്ളേരാ. അല്ല മക്കളെ അങ്ങനെ ഉദ്ദേശിച്ചല്ല ഞാൻ പറഞ്ഞത്. അതായത് നമ്മള് പിള്ളേർക്കൊന്നും അങ്ങനെ ടിക്കറ്റ് അങ്ങനെ കൊടുത്തിട്ടില്ലേ, അതാ. പിള്ളേർ അതെന്ത് വർത്താനടാ? എന്നാ ശീലം മാറ്റണോലോ അല്ലേ? നമുക്ക് ഇവിടെ ഏറ്റവും ടോപ്പ് ടിക്കറ്റ് ടൈറ്റാനിക്, ഏറ്റവും ടോപ്പ് വിലയുള്ള ടിക്കറ്റ് അത് മതി ഞങ്ങൾക്ക്. ചോദിക്കേണ്ട ആവശ്യം അതൊക്കെ മതിയല്ലേ? അതിന് അത്യാവശ്യം പൈസയും കാര്യങ്ങളൊക്കെ ആവും. നിങ്ങൾക്ക് പറ്റിയത് ഒരു കൂതറ സീറ്റും കാര്യങ്ങളൊക്കെ അത് മതിയില്ലേ? ശരിയാവത്തില്ലല്ലേ ചേട്ടാ? പൈസ വേറെ വർത്താനം. ഓ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് വിഷയമൊന്നുമില്ല. നിങ്ങളെ പറയുന്ന ടിക്കറ്റ് നമ്മൾ തരൂ. നമ്മൾക്കിപ്പോ ഒരു 10 ലക്ഷത്തിന്റെ $10 ഒരു സീറ്റ് ഉണ്ട്. അത് തന്നെ തന്നേക്കാം. നിങ്ങളത് കൊണ്ടേക്കോ. $10 ലക്ഷം $10 ലക്ഷം നമ്മളോട് നമ്മള് 10 ലക്ഷം മറ്റേ എന്താ പറയാ മേലൊക്കെ പൊടിയായി തട്ടിക്കളയണ പൈസ. പിടിച്ചോ പൊടി കളിക്കാറ്. 2 ടിക്കറ്റ് എടുക്കങ്ങള്. പുള്ളിക്ക് ചെറിയ സംഭവം ടിക്കറ്റ് വിഷയല്ലടാ. നമ്മുടെ കയ്യില് പൈസ, നമ്മള് പൈസ കൊടുത്തു. അതെ നമ്മള് നമുക്ക് വിഷയമുള്ള കേസാണ് ഇത് മൊത്തം. എടാ അപ്പൊ ഒരു കാര്യം ചെയ്യും, എടുത്ത് വിട്ടോ. നാളെ രാവിലെ വീട്ടിലേക്ക് ടാക്സി എന്തെങ്കിലും വിളിച്ചു പോക്കോളാം. എന്നെ വിളിക്കാൻ മറക്കല്ലേ. എടാ നാളെ നീ ആക്കിക്കോ.
റെഡിയാക്കണേ റെഡിയാക്ക്. നീ കേറി നാളെ നീ സമയത്തിന് രാവിലെ തന്നെ എഴുന്നേക്കണം കേട്ടോ. എടാ വിളിച്ചില്ലേ ഈ മൂഞ്ചിട്ടാ. രാവിലെ തന്നെ സംഭവം രാവിലെ തന്നെ തുടങ്ങും പരിപാടി. ഞാൻ നേരത്തെ എനിക്ക് നോക്കാം. വണ്ടി ഓടിക്കാനില്ല റോട്ട് കൂടെ അവനൊക്കെ വണ്ടി ഓടിക്കണേ. സംഭവം നമ്മള് റോങ് സൈഡാ, പക്ഷെ നമ്മള് പോണതാണ് കറക്റ്റ് വഴി. നമ്മള് പോകുന്നതാണ് കറക്റ്റ് വഴി. എടാ ഇവിടെ നിർത്തിയാൽ ഇവിടെ നിർത്തിയാൽ നീ ഗേറ്റ് ചേർന്ന് സമയങ്ങളുണ്ട. നീ വിട്ടോ എന്നെ വിളിക്കാൻ. ശരി ബൈ. ഓക്കെ. സോ അപ്പൊ നമ്മൾ അവനെ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോ നാളെ രാവിലെ അവനെ എഴുന്നേക്കോ എന്തോ ദൈവത്തിന് അറിയാം. ടൈറ്റാനിക്കിൽ നമ്മള് $10 ലക്ഷം ഒക്കെ മുടക്കി ടിക്കറ്റ് ബുക്ക് ചെയ്തെന്താ. ഇനിയിപ്പോ എന്തായാലും വീട്ടിലേക്ക് വിട്ട. രാവിലെ മലര് സൂര്യനൊന്ന് പോയ സൂര്യനെ വാഴ ഉറങ്ങാനും സമ്മതിക്കില്ല. അവന്റെ ഡാഡി ഫോൺ വിളിക്കണ ശല്യം. അയ്യോ എടെ ടോം എന്നെ കൊറേ വിളിച്ചായിരുന്നല്ലോ. അയ്യോ ഇത് നിനക്ക് വിളിക്കണേ. എടാ കൊറേ കോളൊന്നുമില്ല, ഞാൻ എടുത്തില്ല സത്യം പറഞ്ഞ. തിരിച്ചു വിളിച്ചു നോക്കാം. എടുക്ക്. ഹലോ എടാ എന്താ 30 മിസ്ഡ് കോളാ. നിനക്ക് എന്താ ആവശ്യം? ഈ രാവിലെ 6 മണിക്ക് എന്നെ ഇത്ര വിളിച്ചോണ്ടിരിക്കണ നീ. എന്താണ് സംഭവം? നീ ഷിപ്പിന്റെ എവിടെ? ഞാൻ ഇന്ന് അടുക്കായിട്ട് നിക്കണ. നീ എവിടെ നിക്കണ? ഷിപ്പാ എന്ത് മനസ്സിലായി? ടൈറ്റാനിക്കടെ ഞാൻ മറ്റേ ആ കോണിലുണ്ടല്ലോ മൂഞ്ചി. ഞാൻ എണീറ്റില്ല. എടാ ഞാൻ വീട്ടില. എടാ ഞാൻ നിന്റെ വീട്ടിൽ വന്ന് ഫോൺ അടിച്ചത് നീ അതുപോലെ എടാ ഞാൻ മറന്നടാ. ഓ മൈ ഗോഡ് ഗൈസ്, അവൻ നേരത്തെ എണീറ്റിട്ട് വിളിക്കണ്ടാടേ. ഞാൻ ഫോൺ എടുത്തില്ലടേ. ഓ മാൻ കുളിക്കാനോ പറ്റിയില്ല. ഒരു കാര്യം ചെയ്ത് കയറുക. കുളിച്ചോന്ന് പറയാ ടോമിനോട് കുളിച്ചോന്നാണ്. ആ ശരിയാടാ, ടൈമില്ല. എന്റെ പൊന്നടി ഷിപ്പ് നോക്കി. എന്ത് ഷിപ്പടാ ചെയ്ത് എങ്ങനെ അപ്പുറത്തെ വഴി ആൾക്കാർ നിക്കണ വഴിയണ്ടില്ലേ അവിടെ. ആ ശരി ഈ വഴി കയറാൻ പറ്റുന്ന എനിക്കാന്നല്ലേട്ടാ. ഇവിടെ ഫുൾ ഇവിടെ പോലീസൊക്കെ വന്നിട്ടുണ്ടല്ലോ. എന്തിനാ പിന്നെ വലിപ്പം നോക്കി. എന്റെ അമ്മോ വിഷയം തന്നെടാ. സാർ ഉള്ളി പോട്ടെ. മോനെ ഉള്ളി കയറാനുള്ള ടൈം കഴിഞ്ഞല്ലോ പോലെ. ഇനി കയറാൻ പറ്റില്ല. ഷിപ്പ് ക്ലോസ് ചെയ്തേക്കാണ്. ഷിപ്പ് എടുക്കും. ഓ മൂഞ്ചി. എടാ എനിക്ക് ഷിപ്പിൽ കയറാൻ പറ്റില്ല. എടാ ടോമേ കേറാൻ പറ്റില്ല. ഷിപ്പ് എടുത്തു. എടാ ബോയ് പിന്നെ വിട്ടോ നീ വിട്ടോ. എന്തായാലും ടിക്കറ്റ് എടാ ഓടി വരായിരുന്നു വലിയ പോടാ. അയ്യോ എന്റെ അളിയ ഇതൊക്കെ തല്ലി പൊളിക്കുവടേ. നമ്മള് നീറ്റില്ല എന്നുള്ള നമ്മുടെ പേടാണ്. അവൻ നേരത്തെ കൊറേ വിളിച്ചിട്ടുണ്ട്. അവർക്ക് ഇനിയിപ്പോ നമുക്ക് കുഴപ്പമില്ല, നമുക്ക് വീട്ടിൽ പോവാം. കാരണം നമുക്ക് വേറെ ചെയ്യാൻ പറ്റില്ല. എന്തായാലും പോട്ടെ. എടേ എന്തൊരു മഴയാടേ ശല്യം. സോ നമ്മള് വീട്ടിലെത്തിയപ്പോഴേക്കാണെങ്കിൽ ഭയങ്കര മഴ എന്ന് പറഞ്ഞാൽ ഇടിവെട്ടും മഴയൊക്കെ. എന്റെ അമ്മയെ വീട്ടിൽ കയറ്റ വേഗം. അവനൊന്ന് വിളിച്ചോക്കി, അല്ലെങ്കിൽ സംഭവം സങ്കടമായി ഗൈസ്. നമുക്ക് പോവാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ ഒന്ന് വിളിച്ചോട്ടെ. എന്തായാലും അവ എടുക്കോന്നറിയില്ല. മഴ ഇതൊക്കെയാണോ? ഇവിടെ ഭയങ്കര മഴയാണോ അവിടെ? ഷിപ്പിന്റെ അവിടെയൊക്കെ മഴയുണ്ട കടല്ലേ? ഇവിടൊക്കെ കിടില മഴയാടേ. എടാ വൈബായിരിക്കില്ലേ? എനിക്ക് ആ നേരത്തെ സങ്കടൊക്കെ എന്ത് ചെയ്യാൻ? എനിക്ക് ബേഡലക്കടാ. എനിക്ക് മഴ ആയതുകൊണ്ട് ആരും റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. ഞാൻ മാത്രമേ ഉള്ളൂ. മഴ ഇടി വിട്ടൂടെ. ഒരു മിനിറ്റ്. ഹലോ ടോംസേ. ഹലോ ഇതെന്ത് സംഭവം? മേ ബി പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇടിവെട്ട് മഴയൊക്കെയല്ലേ. ചിലപ്പോ റേഞ്ചിന്റെ പ്രശ്നവും. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ റേഞ്ച് കിട്ടില്ല എന്ന് തോന്നി. എനിക്ക് അറിയില്ല. ഇവിടെ നിന്ന് റേഞ്ച് കിട്ടും. നല്ല ഇടി മഴയുടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്കൊന്നും ചെയ്യാം. എന്തൊരു പ്രശ്നം നോക്കി. ഞാൻ ഒന്നുകൂടി വിളിച്ചോട്ടെ. എടുക്ക്. ഫോൺ എടുക്കണ്ടേ? ഞാൻ വിചാരിച്ചു കുറച്ചേരം കിടക്കാൻ. ഈ സംഭവം പോണമെന്നുണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ടൈറ്റാനിക്കില് എന്ത് ചെയ്യാനാ കേസ്. അതിന്റെ ഒരു വിഷമമുണ്ട്. പിന്നെ മഴയൊക്കെ അല്ല, കട കിടന്ന് ഉറങ്ങാം. പല നാൾക്ക് ശേഷം ലോസ് ഏഞ്ചൽസിലും മഴയും കാര്യങ്ങൾ. ടോംസിന്റെ മെസ്സേജ് ഹെൽപ്പ് മീ എന്ന് പറഞ്ഞിട്ട് അവനെന്തോ സംഭവിച്ചിട്ടുണ്ട്. ഒയ്യോ ഞാൻ പുറത്തിറങ്ങണം. എന്റെ അടി എന്തോ സീനുണ്ട് കേട്ടോ. സുഖേഷ് എന്താ പ്രശ്നം എനിക്കറിയില്ല. സംഭവം നമ്മള് ഇപ്പൊ പോലീസുകാരെയൊക്കെ അറിയിച്ചിട്ടുണ്ട്. ഇനി അവര് വന്ന് എത്ര നേരം എടുക്കുന്ന അറിയില്ല. എനിക്ക് തോന്നുന്നു ടോമിന്റെ ലാസ്റ്റ് ലൊക്കേഷൻ അടക്കം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതായത് ഹെൽപ്പ് മീ എന്നുള്ളതെങ്കിൽ എന്തോ പ്രശ്നമുണ്ട്. അല്ലാണ്ട് ഹെൽപ്പ് മീ എന്തായാലും മെസ്സേജ് അയക്കാൻ ചാൻസ് ഇല്ല. സോ ഇവിടെ പോലീസും കാര്യങ്ങളൊക്കെ എത്തി. പക്ഷെ നമ്മളെന്തായാലും ഇവിടുന്ന് ഒരു ഷിപ്പ് എടുത്തിട്ടാ പോണേ. ഷിപ്പ് ഇതിന്റെ ബാക്കിലെന്തൊരു ഇതിന്റെ ബാക്കില് സബ്മറൈനൊക്കെ ഇരിക്കവിടെ. ഓക്കെ, ഇത് ചിലപ്പോ നമുക്ക് യൂസ്ഫുൾ ആവും. ഓക്കെ,
നമുക്ക് എന്തായാലും ഇതെടുത്ത് അങ്ങോട്ട് പോവാം. ടോമിന് എന്തെങ്കിലും പറ്റുമോന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. നമ്മ എന്തായാലും ഇതെടുത്ത് പോവാം കേട്ടോ. ഓക്കെ, അത്രയുള്ളൂ. മേ ബി ടോം ഡേഞ്ചറിലായിരിക്കും. ഓക്കെ, എനിക്ക് എന്തായാലും ലാസ്റ്റ് ലൊക്കേഷൻ കിട്ടിയത് നമ്മൾ അങ്ങോട്ടാണ് പോകാൻ പോണത്. പൊന്നെ ഒന്നും പറയാല്ല, നല്ല ടീം മഴയാണ്. കടലാണെങ്കിൽ ആകെ ഇളകിയിരിക്കും. എനിക്ക് അറിയില്ല അവനെന്തെങ്കിലും സംഭവിച്ചോന്ന്. നമ്മളെന്തായാലും ഈ ഷിപ്പ് പോയ ഷിപ്പ് മുങ്ങി ഓൾറെഡി. അവൻ പോയ ടൈറ്റാനിക് മുങ്ങി. മതി അവസ്ഥ. ടോമിനെ എന്റെ ഉള്ളിൽ നിന്ന് കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ കുറച്ച് വിഷയമായിരിക്കും ഗൈസ്. ഓ മൈ ഗോഡ്, അവനെ ഫോൺ വിളിച്ചിട്ട് കിട്ടാനില്ല. അവൻ രക്ഷപ്പെട്ടു എന്താ സംഭവം ഒന്നും എനിക്കറിയില്ല. ഇതിലെ ഏത് റൂമിലെ ടോം എന്താ സംഭവം ഒന്നും എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഇവനെ എങ്ങനെ കണ്ടുപിടിക്കാൻ? ഇത് എത്ര വലിയ ഷിപ്പാന്ന് നോക്കി. ടോമേ, ഹലോ ഹലോ ഹലോ, ആര്യ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഹലോ ഹലോ, എടാ ടോമല്ലേ ഇത്? നീ ഇങ്ങോട്ട് പറ്റുന്നതിന് വഴിയിട്ടാ. എന്തായാലും എടാ ഒരു കാര്യണ്ടാ, എന്റെ ഇതിലേ ഈ അന്തർവാഹിനിയുണ്ടാ. ഇതുണ്ടാ നീ? ഓ, ഇതൊക്കെ അടിയിൽ പോകാൻ പറ്റും. ഈ ഷിപ്പ് മുങ്ങിത്തായി ഞാൻ പറഞ്ഞതേ. ഇതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അടിയിലേക്ക് പോവാം. ഓ, കേറി ഞാൻ ചോടിച്ചോ. എന്റെ അളിയാടാ, നീ കയറിയില്ലേ? തെറ്റല്ലേ? എടാ ഇതിന്റെ അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ആരെയും രക്ഷിക്കാൻ പറ്റുമോ? എടാ ഇതിന്റെ അടിയിലേക്ക് പോയി നോക്കൂ. എന്റെ അമ്മയുടെ ഇരുട്ട ഇത് നോക്കടാ. എടാ സാധനം മുങ്ങി. എടാ ഇത് നോക്കടാ, ഷിപ്പ് കിടക്കണേ. എന്റെ പൊന്നേട്, ഇതിലാരെയും രക്ഷിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നല്ലടാ. ഇത് പൊട്ടിത്തെറിച്ച് നമ്മൾ ചാവുന്നതാണ്. ഇത്രയും ഭാഗം മുങ്ങിട്ടാ കിടക്കണ ടൈറ്റാനിക് കണ്ടാ. എടാ ഇറങ്ങിക്കോ, ഞാൻ ഇന്നിറങ്ങി നമ്മുടെ ബോട്ടിൽ കയറി ചടിക്കോ. അയ്യോ, ഓ കേറി ഇതിൽ കേറിക്കോ. നമുക്ക് സിറ്റിയിലേക്ക് അമ്മേടാ, നീ രക്ഷപ്പെട്ട എന്തോ ഭാഗ്യം കേട്ടാ. എടാ ഞാനും കൂടി ചത്തേനെ. എടാ ഇവിടെ പോലീസും എല്ലാം റെഡിയായി കിടക്കണ്ടാ. അതുകൊള്ള ഞാൻ ഇതാ പറഞ്ഞ ഇവരെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. ഞാൻ അവരോട് പറഞ്ഞേൽപ്പിച്ചിട്ട് പോയായിരുന്നു. സാർ എന്റെ ഫ്രണ്ടിനെ കിട്ടി. ഞാൻ നിന്നെ രക്ഷപ്പെടുത്താനാ വന്നേ. ബാക്കി ആൾക്കാർ അങ്ങോട്ട് ചെന്നുണ്ടാവും. സാർ ബാക്കി ആൾക്കാരെ അങ്ങോട്ട് വിട്ടുണ്ടോ? ഞങ്ങൾ എല്ലാ ഫോഴ്സിനെയും അങ്ങോട്ട് വിട്ടിട്ടുണ്ട്. ഉടനെ തന്നെ എല്ലാവരും രക്ഷപ്പെടുത്തുന്നതാണ്. രക്ഷപ്പെട്ട് എന്റെ അമ്മ. ഫുൾ പോലീസ്. ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഒരു മഴയും ശല്യം ഇടിവെട്ടൊക്കെ മാറിയോട്ടാ. സോ ഗൈസ്, എങ്ങനെയാ ഞാൻ ടോമിനെ രക്ഷപ്പെടുത്തി ഇങ്ങനെ കൊടുന്നുണ്ട്. ഇവൻ ടൈറ്റാനിക് ആണെന്നൊക്കെ പറഞ്ഞ് പോയില്ല. ഈ ഒരു വീഡിയോ എന്തായാലും ഇവിടെ വെച്ചാൽ തന്നെയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടം. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. എങ്ങനെയാ ടോം എന്തായാലും രക്ഷപ്പെട്ടു അല്ലേ ടോമേ? അപ്പൊ അടുത്ത ദിവസം കാണാം. ടോം ഇങ്ങനെ പെട്ടെന്നൊക്കെ ഉണ്ടെങ്കിൽ ടോമിന്റെ ചാനൽ പോയി കാണാം. അപ്പൊ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.